السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവർ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ പ്രവർത്തകർ, ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പ്രചാരകർ, ഇതിൻ്റെ എല്ലാമായ ആളുകൾ, അല്ലാഹുവേ തക്കനായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൽമിൻ്റെ സേവകരാണവർ, ഇൽമിൻ്റെ വാഹകരാണവർ. അല്ലാഹുവേ നീ ഉയർത്തണേ അല്ലാഹ്, അഭിവൃദ്ധി അവർക്ക് കൊടുക്കണേ അല്ലാഹ്. ഇൽമു മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് അവരുടെ പ്രവർത്തനം. അല്ലാഹുവേ അതിൻ്റെ തക്കതായ പ്രതിഫലം അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ഒരിക്കലും അവരെ കൊയക്കല്ലേ അല്ലാഹ്, നീ അവരെ തളർത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ്, ധാരാളം ആളുകൾ വന്നു പറയുന്നൊരു പ്രയാസമാണ്, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നൊരു പ്രയാസമാണ്. തങ്ങളെ വലിയ കടമാണ്. ഇതിൻ്റെ ധാരാളം മജ്ലിസുകൾ നമ്മൾ മുന്നേയുള്ള മജ്ലിസ് നമ്മൾ ചെയ്തതാണ്. ധാരാളം കടത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് തങ്ങളെ. അതിൽ നിന്ന് പെട്ടെന്നൊരു സലാമത്ത് ലഭിക്കാൻ, പെട്ടെന്ന് രക്ഷയുണ്ടാവാൻ ഞാൻ എന്ത് ദിക്റിനെയാണ് പതിവാക്കേണ്ടത്, എന്ത് ദുആണ് ഞാൻ ചൊല്ലേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് തങ്ങളെ ഞാൻ ചെയ്യാം. എനിക്കെൻ്റെ കടമൊന്ന് തീർന്നു കിട്ടിയാൽ മതി, എനിക്കെൻ്റെ കടത്തിൽ നിന്നൊരു സലാമത്ത് എനിക്ക് ലഭിച്ചാൽ മതി. എന്നിട്ട് എൻ്റെ കണ്ണടയണം തങ്ങളെ, കടം വീട്ടി കണ്ണടയണം. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി അല്ലാഹ് ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്, നീ മൗത്താക്കല്ല തമ്പുരാനെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് കടമൊന്ന് വീടണം. നമ്മൾ പല ആവശ്യങ്ങൾക്കായി വാങ്ങിയ ധാരാളം കടങ്ങൾ, ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്ക് കടം വാങ്ങി ഒരു രക്ഷയുമില്ലാതെ ബിസിനസ് എല്ലാം പൊട്ടി തൂഫാനായി, കടം മാത്രം ബാക്കിയായി. അങ്ങനെയുള്ള ആളുകൾ, ധാരാളം കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, വലിയ സാമ്പത്തികമായ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊരു രക്ഷയായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവർക്കൊരു രക്ഷയായിട്ട്, ഒരു ദുആഇനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയ, നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ദുആ. കടങ്ങൾ വീടാൻ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാവാൻ, വലിയ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാൻ, കടങ്ങൾ വീടി വലിയ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാൻ ഇൻഷാ അല്ലാഹ് ഉപകരിക്കുന്ന ഒരു ദുആ ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുവേ ചൊല്ലാൻ, ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാവരുടെയും കടം ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി, ഈ അമല് സ്വീകരിച്ച ആത്മാർത്ഥമായി ചെല്ലലോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളെ കടം വീടും. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, കടം വീടും.
വീടില്ല എന്ന് വിചാരിച്ച ലക്ഷക്കണക്കിന് കടമുള്ളവരും ഈ ദുആ ചൊല്ലിക്കൊണ്ട് അവരുടെ കടങ്ങള് പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും വീടുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുആഇനെ കൊണ്ട് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും ഒരു പർവ്വത തുല്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ കൈന്നിട്ട് പറയാണ്. ഒരു പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് വീടും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൻ്റെ ചൊല്ലിക്കൂടെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമുക്ക് പതിവാക്കിക്കൂടെ? ഈ സയ്യിദിയ മജ്ലിസിൽ ഇരുന്ന് ഇൻഷാ അല്ലാഹ് പറയും, ഞാൻ വലിയ കടത്തിലാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ്, ഞാനിത് ചൊല്ലാം. ഞാൻ ചൊല്ലുന്നതാണ്. അറിയുന്ന ആളുകൾ പതിവാക്കുക, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഈ ദുആഇനെ കൊണ്ടുവരാ. എല്ലാ സമയത്തും ഇൻഷാ അല്ലാഹ്, എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഈ ദുആഇനെ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾക്കത് വീട്ടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ വന്നു പറയുന്ന പ്രയാസമാണ്, വലിയ കടത്തിലാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ടാണ് ഇന്നത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോപ്പിക്കാക്കി മാറ്റിയത്, ഈ ഒരു വിഷയമാക്കി മാറ്റിയത്. അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിലിരിക്കുന്നവർ വലിയ പ്രയാസത്തിലാണ്, സാമ്പത്തികമായ പ്രയാസമാണ് ധാരാളം ആളുകൾക്ക്, അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് സാമ്പത്തികമായ പ്രയാസമാണ്. അവിടെ വീടെടുത്തു, അത് വിറ്റു മറ്റൊരു വീടാക്കി, അല്ലെങ്കിൽ അവിടുന്ന് കടം വാങ്ങി, ഇവിടുന്ന് കടം വാങ്ങി, അവിടുന്ന് കടം വാങ്ങി, കടങ്ങനെ പെരുകി കുന്നുകൂടി. അത് വീട്ടാനുള്ള മാർഗം അല്ലാഹു കാണിച്ചു നൽകുന്നില്ല. അങ്ങനെയുള്ളവർ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ പതിവാക്കുക. കടം കൊടുത്തിട്ടും വീടുന്നില്ല. പൈശാചികമായ സാന്നിധ്യം നമ്മളെ വീടിനോ ഭൂമിക്കോ ഉണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാം. മുന്നേയുള്ള മജ്ലിസിൽ നമ്മളത് വിശദമായി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് കടം വീടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമാത്രമല്ല ധാരാളം ആളുകൾ പറയുന്നതാണ്, തങ്ങളെ മകൻ പരീക്ഷയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യാനിരിക്കണം. ഏത് പരീക്ഷയാണെങ്കിലും, SLC പരീക്ഷ മുതൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, അങ്ങനെയുള്ള എല്ലാ എക്സാമും, ധാരാളം എക്സാം പല മേഖലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കൾ. പല മേഖലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ അവർക്ക് എക്സാം ഉണ്ടാകും. അതിൽ വലിയ വിജയമുണ്ടാവാൻ കുറിച്ചു വെച്ചോ. ആ ഒരു ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടം വീടാനുള്ള ദുആ മാത്രമല്ല, ഈ ഒരു ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ധാരാളം ആളുകൾ പറയുന്നതാണ് അതിനൊരു മജ്ലിസ് ഇടണം, അതിനായിട്ടൊരു ഈ ദിക്റിനായിട്ടൊരു മജ്ലിസ് നമ്മൾ വെക്കണ്ടല്ലോ എന്ന നിലക്കാണ് ഇതിലേക്കത് ആഡ് ചെയ്തത്. ധാരാളം ആളുകൾ പറയുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ അത് ഉൾപ്പെടുത്തിയതാണ്. ആ ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്: കടം വീടാനുള്ള ദുആവും പരീക്ഷയിലും പരീക്ഷണങ്ങളും നമുക്ക് വിജയിക്കാനുള്ള ഒരു ദിക്റും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തിയ ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ, ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട്. നിങ്ങളെ ഞമ്മുമായി ബന്ധപ്പെടുന്നവർ അവർ പറയുന്നതാണ്, തങ്ങളെ എല്ലാ മജ്ലിസും ഞാൻ ഇടുന്നതനുസരിച്ച് ഞാൻ കാണാറുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്. തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ
അല്ലാഹുവേ അല്ലാഹുവേ അവർക്ക് നീ വിജയം നീ കൊടുക്കണേ അല്ലാ. ഒരു നിലക്കും പരാജയം കൊടുക്കല്ലേ അല്ലാ. തങ്ങളെ മജ്ലിസ് കണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ നിറവേറി തങ്ങളെ. എൻ്റെ കുടുംബത്തിലുള്ള ധാരാളം പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഈ മജ്ലിസ് ഒരു പരിഹാരമായി എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. നീ ഉയർച്ച പ്രദാനം ചെയ്യണേ അല്ലാ. ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തമിഴ്നാട്, കർണാടക പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ മജ്ലിസിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പ്രയാസങ്ങൾ, അവരുടെ ഓരോരോ പ്രയാസങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ആളുകൾ ചോദിക്കുന്നത്, തങ്ങളെ ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്? ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ് ഉള്ളത് ഈ നമ്പറിൽ കാണുന്നത് പോലെ അടുത്ത ശനിയാഴ്ചയാണ്. വരുന്ന ശനിയാഴ്ചയാണ് ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ് ഉള്ളത്. ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് ബന്ധപ്പെട്ട് ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരേണ്ട ആളുകൾ, വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് വരിക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിരന്തരം വിളിച്ചു പറയുന്ന ആളുകൾ, ഓരോരോ മുറാദുകൾ ഹാസിലായവർ, തങ്ങളെ ജോലി റെഡിയായി, കല്യാണം റെഡിയായി, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി, ഭർത്താവിൻ്റെ ദുശീലം മാറി, ഭർത്താവിൻ്റെ കള്ളുകുടി മാറി, ഭർത്താവിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി, മകൻ്റെ പ്രയാസങ്ങൾ മാറി, മകൻക്ക് ജോലി റെഡിയായി, ഹൈറായി, ആ ഭൂമി വിൽപ്പന നടന്ന് തങ്ങളെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങളാണ് മജ്ലിസിലേക്ക് നിരന്തരം ആളുകൾ അതിൻ്റെ ഓരോരോ ഫളായിലുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ. അല്ലാഹുവേ ഖിയാമം വരെ നീ നിലനിർത്തണേ തമ്പുരാനെ, അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഫളായിലല്ല, എൻ്റെ മഹത്തല്ല. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാ ഹസൻ ജമലുൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമാണ് ഈ മജ്ലിസിൻ്റെ വളർച്ച. ഓരോരോ അമല് പറയുമ്പോഴും ഓരോരോ കാര്യങ്ങൾ മജ്ലിസിൽ ചെയ്യുമ്പോഴും ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ചിട്ടാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഏറ്റി നൽകണേ അല്ലാ. അവിടുത്തെ ദറജ ഏറ്റി ഉയർത്തണേ തമ്പുരാനെ. ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് 11 ഫാത്തിഹ ഞാൻ മജ്ലിസിൽ ഓതാൻ പറഞ്ഞതനുസരിച്ച് ഇതുവരെ അത് ദായിമാക്കുന്ന ആളുകളുണ്ട്. ഓരോരോ പ്രയാസങ്ങൾ മാറി ഞാൻ വലിയ കുടിക്കലായിരുന്നു തങ്ങളെ. ഞാൻ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് ഒരു 11 ഫാത്തിഹ ഓതി എൻ്റെ കാര്യങ്ങൾ സലാമത്തായി തങ്ങളെ. എൻ്റെ കുറേ ആളുകൾ ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞു വലിയ അപകടങ്ങളിലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു തങ്ങളെ. ഞാൻ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് 11 ഫാത്തിഹ ഓതി വലിയ സലാമത്ത് എനിക്ക് ലഭിച്ചു, വലിയ സലാമത്ത് സംരക്ഷണം ലഭിച്ചു. എനിക്ക് വലിയൊരു രോഗമാണെന്നാണ് ഞാൻ കരുതിയത്. അത് പോസിറ്റീവാവാൻ വേണ്ടി ഞാൻ ഉപ്പാപ്പയുടെ മജ്ലിസിലേക്ക് 11 ഫാത്തിഹ ഓതി തങ്ങളെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അത് പോസിറ്റീവായി. അങ്ങനെ ധാരാളം കേസുകൾ ഓരോ നിരന്തരം വിളിച്ചു പറയാണ് ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് 11 ഫാത്തിഹ ഓതിയ ആളുകൾ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അവിടുത്തെ ദറജ ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഈ പാപികളെ നീ പെടുത്തണേ അല്ലാ. നീ പെടുത്തണേ തമ്പുരാനെ, നീ ചേർക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രക്ഷ നീ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ഖൈറിന്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണേ അല്ലാ. ഇതൊക്കെ ആ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലാണ്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും
നിറന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, അല്ലാഹു അവർക്ക് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. നീ മാറ്റി സലാമത്ത് അവർക്ക് നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. കടം വീടാനുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദുആ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്താൽ മതി. എന്താണ് ആ ദുആ? ഒരു പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്താൽ ആ കടം വീടാനുള്ള മാർഗം അല്ലാഹു പല വഴിയിൽ നിന്നായിട്ട് അല്ലാഹു തുറന്നിട്ട് നൽകും. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ പ്രതിസന്ധികളും, കടം മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളും ഇതുകൊണ്ട് നീങ്ങും. കടം വീടും, സാമ്പത്തികമായ ഭദ്രത അല്ലാഹു നൽകും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു കാവൽ അല്ലാഹു നൽകും. ബിസിനസ് ഉള്ളവർക്ക് ചൊല്ലാം, കച്ചവടം ചെയ്യുന്നവർക്ക് ചൊല്ലാം, കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവർക്ക് ചൊല്ലാം, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ദുആഇനെ ചൊല്ലാം. ഇത് ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതാണ്. ഏതാണ് ആ ദുആ? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ, അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക മൻ സിവാക. സിമ്പിളായ ദുആ ആണ്. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക മൻ സിവാക. എന്ത് സിമ്പിളാണ്. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക മൻ സിവാക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ദുആ ചെയ്താൽ നിനക്ക് പർവ്വത തുല്യമായ കടമുണ്ടെങ്കിലും, നീ വലിയ സാമ്പത്തികമായ പ്രയാസത്തിലാണെങ്കിലും, നിനക്ക് വലിയ സാമ്പത്തികമായ ഭദ്രത ലഭിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തുനബി പഠിപ്പിച്ച ഈ ദുആ മറക്കല്ല. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കണേ. ഈ സയ്യിദി മജ്ലിസ് കാണുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിനക്ക് വലിയ ഭദ്രത അല്ലാഹു നിനക്ക് നൽകും. നിനക്ക് സാമ്പത്തികമായ പ്രയാസം അല്ലാഹു നൽകൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കും. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് ഈ ദുആഇനെ അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക മൻ സിവാക. അല്ലാഹുവേ, ഹറാമിൽ നിന്ന് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ റബ്ബേ. എന്താണ് ദുആഇന്റെ അർത്ഥം? അല്ലാഹുവേ, ഹറാമിൽ നിന്ന് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ റബ്ബേ. ഹറാമിൽ നിന്ന് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ റബ്ബേ. ഹറാമ് ഭക്ഷിക്കുന്നൊരവസ്ഥ എനിക്ക് നീ നൽകല്ല റബ്ബേ, തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഹറാമ് ഭക്ഷിക്കേണ്ട അവസ്ഥ, കടം വന്ന് നമുക്ക് ഹറാമിലേക്ക് പോകുന്നൊരവസ്ഥ അല്ലാഹ് നീ നൽകല്ലേ. അതാണ് ദുആഇന്റെ അർത്ഥം. പിന്നെയോ അല്ലാതെ മറ്റൊരാളെയും ആശ്രയിക്കാത്ത വിധം നിന്റെ ഫള് കൊണ്ട് എന്നെ നീ നിത്യനാക്കണേ റബ്ബേ എന്നാണ് ദുആഇന്റെ അർത്ഥം. അല്ലാഹുവേ, ഹറാമിൽ നിന്ന് ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ റബ്ബേ. നീ അല്ലാതെ ഒരാളെയും ആശ്രയിക്കാത്ത വിധം നിന്റെ ഫള് കൊണ്ട് നീ എന്നെ നിത്യനാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അതാണ് ദുആഇന്റെ അർത്ഥം. ആ ദുആഇന്റെ അർത്ഥം അർത്ഥസഹിതം ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക മൻ സിവാക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ദുആ ചെയ്താൽ നിന്റെ കടങ്ങൾ അല്ലാഹു മാറ്റി നൽകും. വലിയ ലക്ഷക്കണക്കിന് കടമുണ്ട് തങ്ങളെ, വലിയ കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ഇതൊന്നും വീടോന്ന് എനിക്ക് ഉറപ്പില്ല. അത്രയും കടമാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ദുആ ചെയ്താൽ നിന്റെ കടങ്ങൾ നീ അറിയാതെ, അപ്പൊ നമ്മ പോലും ചിന്തിച്ചു പോകും, എങ്ങനെ വീടി എന്ന് നീ അറിയാതെ നിന്റെ കടങ്ങൾ അല്ലാഹു വീട്ടും. അത് പല മാർഗത്തിലൂടെ ആയിരിക്കും. അത്
അത് പല മാർഗത്തിലൂടെ അള്ളാഹു ഇങ്ങനെ എത്തിക്കും. അള്ളാഹുവേ നീ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി നൽകണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി അല്ലാ ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാ. നീ മൗത്താക്കല്ലേ അല്ലാ. നീ മൗത്താക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നീ ദുആ ചെയ്യ്. അല്ലാഹു നിന്റെ ദുആ കേൾക്കും. അല്ലാഹു നിന്റെ തേട്ടത്തെ കേൾക്കും. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു ഖൈബാക്കി അല്ലാഹു മടക്കൂല. അല്ലാഹു മടക്കൂല. എൻ്റെ മുഅ്മിനീങ്ങളെ ദുആഇന അല്ലാഹു കേൾക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടുത്തത് ഏതാണ്? ദിക്ർ. അടുത്ത ദിക്ർ പരീക്ഷയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പരീക്ഷയ്ക്ക് ഒരുങ്ങി തയ്യാറായി. പരീക്ഷയുടെ തൊട്ട് മുമ്പ് PSC പരീക്ഷയാണ്, അല്ലെങ്കിൽ ഡിഗ്രിയുടെ പരീക്ഷയാണ്, SLC പരീക്ഷയാണ്, പൊതുപരീക്ഷയാണ്, മദ്രസകളിലെ പൊതുപരീക്ഷയാണ്. അങ്ങനെയുള്ള എല്ലാ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 7 പ്രാവശ്യം കൂടുതൽ മക്കളെ പഠിപ്പിക്കുക. ഈ ദുആഇനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. തൊട്ട് മുമ്പ് ഒരു 7 പ്രാവശ്യം നീ ചൊല്ലിക്കൊണ്ട് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യ്. അല്ലാഹു വിജയം നൽകും. അല്ലാഹു വിജയം നൽകും. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അല്ലാ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതിയെടുത്തോ ഒരു നോട്ട് ബുക്കിലേക്ക് ചേർത്ത് എഴുതിക്കോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. فإن أسبق الله هو الذي أيدك بالنصره وبالمؤمنين. ഒരു 7 പ്രാവശ്യം മക്കളെ പഠിപ്പിച്ച് പരീക്ഷയുടെ തൊട്ട് മുന്നേ ഒരു 7 പ്രാവശ്യം നീ ചൊല്ലി. എൻ്റെ മക്കൾ ചൊല്ലി പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യട്ടെ. അവർക്ക് വലിയ വിജയം അല്ലാഹു നൽകും. അല്ലാഹുവേ നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഞങ്ങളിതാ ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാൻ തയ്യാറായി അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും നീ വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി നൽകണേ അല്ലാ. ഒരു പർവ്വത തുല്യമായ കടങ്ങളുണ്ടെങ്കിലും, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും, കോടിക്കണക്കിന് കടബാധ്യത ഉണ്ടെങ്കിലും അല്ലാ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. ഈ ദുആഇനെ ഞങ്ങളിതാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായി അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. വീട് പണിയുടെ കടം ധാരാളമുണ്ട് തങ്ങളെ. അർഹമുർ റഹീമീനായ അല്ലാ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഒരു ബിസിനസ്സിൽ ചേർന്നതാണ് തങ്ങളെ, വലിയ കടമാണ്, ബിസിനസ് എല്ലാം തകർന്നു പോയി. അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഷഹീദിന് പോലും പൊറുക്കാത്ത കടം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ കരുണക്കടലായ തമ്പുരാനെ അവരുടെ മുറാദുകളെ നീ ഹാസിനാക്കണേ അല്ലാ. ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിനാക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അർഹമുർ റഹീമീനായ അല്ലാ അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാ. നീ കാവലേകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. മാരകമായ അസുഖങ്ങളും ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പ്രയാസപ്പെടുത്തല്ലേ അല്ലാ.
മാരകമായ അസുഖം ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ. 9 വയസ്സുകാരൻ ജഫിർ എന്ന പൊന്നുമോൻ അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ് രോഗങ്ങളെ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. പൊന്നുമോൻ്റെ എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടുകാരനാണ് അല്ലാഹ്, പൊന്നുമോനാണ് അല്ലാഹ്. നീ പരിപൂർണ്ണ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോനെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്, ആ ചാരിറ്റിയിലേക്ക് പണമിടുന്നവരുണ്ട് തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ് പൊന്നുമോനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാഹ്. അത്രം പ്രയാസങ്ങൾ അവർക്കോ അവരെ മക്കൾക്കോ നീ കൊടുക്കല്ലേ അല്ലാഹ്, അത്രം ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ കൊടുക്കല്ല തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരു അസുഖങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ശാരീരികമായ ഒരു അസുഖങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, നീ കാവല് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഖൈറായ ഒരു ഭവനം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് ഭർത്താവിന് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ തമ്പുരാനെ. ഖൈറായ ജോലി മക്കൾക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ഒരു ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ, ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. റഹ്മർ റഹീമീനായ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ തളർത്തല്ലേ അല്ലാഹ്, അവരെ ജോലിയിലും ബിസിനസ്സിലും നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളുമായി സഹകരിക്കുന്ന, അല്ലാഹുവേ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്, അത്തരം അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് എൻ്റെ ദ്വീപുകാർ ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവരാണ് അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. അല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ വെറുക്കല്ലേ തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. വെട്ടിപ്പൊളിക്കുന്ന, കീറിമുറിക്കുന്ന ശരീരങ്ങളായി ഞങ്ങളെ ശരീരങ്ങളെ നീ മാറ്റല്ലേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നൽകല്ലോ അല്ലാഹ്. ഞങ്ങളുമായി സ്നേഹിക്കുന്നവർക്ക്, സഹകരിക്കുന്നവർക്ക് നീ നൽകല്ലോ അല്ലാഹ്.
നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അല്ലാഹു ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഇവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാഷ് അല്ലാഹു ഇവരുടെ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞപ്പാൽ തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ റാഹത്തിനാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരുടെ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അല്ലാഹുവേ അവരെ ഖബറിലേക്ക് ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവള് മണ്ണിനോട് ചേർക്കപ്പെടും അല്ലാഹ്. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. എൻ്റെ മലാക്കന്മാരുടെ സഹായം ഞങ്ങളുടെ ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ, നീ നൽകണേ തമ്പുരാനെ. മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. ആരാരും രക്ഷയ്ക്കില്ലാത്ത, എവരാരും രക്ഷയ്ക്കില്ലാത്ത ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. നീ കൂട്ടാളിയാക്കണേ അല്ലാഹ്. നീ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നീ ചേർക്കണേ അല്ലാഹ്. നീ ചേർക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട്. അമലുകൾ സ്വീകരിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ അവരെ കാത്തോളണേ അല്ലാഹ്. നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹ്. നീ അവർക്ക് കാവല് നൽകണേ അല്ലാഹ്. നീ കാവല് നൽകണേ അല്ലാഹ്. നീ കാവല് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. ഇവിടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് നടക്കുന്നു. ആഗ്രഹിക്കുന്ന ആളുകൾ, പോവാൻ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ അയൽവാസികൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരിലേക്കും ഈ സന്ദേശം അറിയിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യാം. മഖബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.